ഹായ് കൂട്ടുകാരെ, DS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ. 50 രൂപ മുതൽ ഒരുപാട് 100ഓളം വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോ നമുക്ക് ഈ ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. നിങ്ങൾ ചെടി ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 3 പ്ലാന്റെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അയക്കുന്നത് DTDC കൊറിയർ അല്ലെ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന അഡ്രസ്സിൻ്റെ കൂടെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യം പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നിരിക്കുന്ന പിങ്ക് പെട്രിയ കേട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. 65 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലോലിപോപ്പ്. പണ്ടൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പം അങ്ങനെ കാണുന്നില്ല. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 60 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതൊന്നും ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തത് വരുന്നത് ഓൾ സീസൺ മാവാട്ടോ. നമുക്ക് എപ്പോഴും തന്നെ ലഭിക്കുന്ന വെറൈറ്റിയാണ്. അത് മാത്രമല്ല നട്ടിട്ടുള്ള തീരെ ചെറുതിലേ തന്നെ പിടിക്കുകയും ചെയ്യും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു 2 വർഷം മാത്രം പ്രായമുള്ളൊരു പ്ലാന്റ് ആട്ടോ. അതിൽ ഈ പ്രാവശ്യം ഒരുപാട് നിറച്ച് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിൻ്റെ 200 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ സീഡിന് കുറച്ച് വലുപ്പക്കൂടുതലാണെങ്കിൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട്. അതേപോലെ തന്നെ കറിക്കാണെങ്കിലും നല്ല പുളിയൊക്കെ ഉള്ളതാണ്. നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. 200 രൂപയുള്ള റേറ്റ്. അടുത്തത് വരുന്നത് ഓർക്കിഡ് റോസ് ആട്ടോ. ഈ റോസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് മുള്ളില്ല. നല്ല സ്മെല്ലാണ്. നല്ല കൊലകുത്തി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ 160 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ തമ്പർജിയ. ഇതങ്ങനെ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ മതി. ഈ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നിങ്ങളിതിലെ പ്ലാന്റ് സൈസ് കണ്ട് ആ സൈസിലുള്ള പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ തരുന്നതും. അടുത്തത് വരുന്നത് ബിഗ്നോണിയ ക്രീപ്പർ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ വിരിയ. അത് മാത്രമല്ല ഒരുപാട് പൂക്കൾ ഒരുമിച്ചുണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ശംഖുപുഷ്പ കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ നീല കളറിലുള്ളതാണ് തരുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അതും 50 രൂപയാണ് റേറ്റ്. അടുത്തത് വരുന്നത് ബ്ലാക്ക് ലോക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാട്ടോ. ഇതുപോലെ കുറ്റിച്ചെടിയായിട്ട് നിന്ന് നിറച്ച് പൂക്കളുണ്ടാവും. പിങ്കും വൈറ്റും കോമ്പിനേഷനിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ. അത് അതിൻ്റെ ഒരു കൊല വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പത്ത് ഒരുപാട് ബഡ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ആ ഫ്ലവർ കൊഴിഞ്ഞു പോകാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറാണ്. ഇത് നല്ല ഭംഗിയായി വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട്. അതിൽ യെല്ലോയും റെഡും പിന്നെ വെരിഗേറ്റഡ് ലീഫിലുള്ള റെഡ് കളറും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് മണിമുല്ലയാണ്. വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ എങ്കിൽ പോലും ഒരുപാട് പൂക്കൾ ഒന്നിച്ച് തരുന്ന ഒരു വെറൈറ്റി ആട്ടോ മണിമുല്ല. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നമുക്ക് ഈ ഒരു സീസൺ അടുപ്പിച്ച് 2-3 പ്രാവശ്യമായിട്ട് നിറച്ച് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നിങ്ങൾക്ക് ഈ ഓരോ ചെടികളിൽ ഏതൊക്കെ പ്ലാന്റ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തിട്ട് തന്നാൽ അപ്പം തന്നെ ബില്ലിട്ട് തരുന്നതാട്ടോ. ഓർഡർ തന്നു കഴിഞ്ഞാൽ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ്. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്കിത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചട്ടിയിലും നമുക്ക് ബുഷി പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. വള്ളിയായിട്ട് പോകുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിൽക്കും. നമുക്ക് ബ്ലീഡിങ് ഹേർട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ പോട്ടിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു ചെടി തന്നെയാണിത്. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത. 50 രൂപയുള്ളൂ റേറ്റ്. അടുത്തത് വരുന്ന ക്ലെറോഡൻഡ്ര ആണ്.
ഇതൊരു കുറ്റിച്ചെടിയാട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവും. നമുക്ക് ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു വലിയ പോട്ടിലോ അല്ലെങ്കിൽ നിലത്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ചെടി വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് ആട്ടോ. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക. അതുപോലെ തന്നെ നല്ലോണം നനച്ച് കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഫ്ലവർ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് കൊലയായിട്ട് കേട്ടോ വിരിയുക. പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകത്തില്ല. കുറച്ച് ലാസ്റ്റ് ചെയ്യുന്നൊരു ചെടി തന്നെയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ്. 70 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഇല ഗ്രീൻ കളറിലാണ്. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫിലുള്ള പാണ്ഡൂര ജാസ്മിന് 70 രൂപ തന്നെ റേറ്റ് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ടെക്കോമ എന്നും അറിയപ്പെടും. അടുത്തത് വരുന്നത് തമ്പർജിയാണ്. തമ്പർജിയ കോക്സീനിയ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതുപോലെ ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ കൊലകുത്തി ഇതുപോലെ തൂങ്ങി ആടുന്ന രീതിയിലായിരിക്കും എൻ്റെ ഫ്ലവർ വരുന്നത്. ഒരുപാട് നാൾ അതിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ ഒരു സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മളൊരു ഷേപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് കയറ്റി വിടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഈ ചെടി പ്ലേസ് ചെയ്താൽ മാത്രം മതി. നല്ലോണം നനച്ച് കൊടുക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. 50 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മെഡിനില്ലിയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇത് ഒരു പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. ഈ ഫ്ലവർ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ഇതുപോലൊരു വയലറ്റ് കളറിലേക്ക് അതിൻ്റെ ഫ്ലവർ മാറും. അപ്പോൾ ഈ ഒരു 2 കളർ കോമ്പിനേഷനിൽ ഈ ചെടിയിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ വേറൊരു ഭംഗിയാണ് കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് റെഡ് നൈറ്റ് ക്യൂ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. ഇതൊരു കാറ്റിക്സ് വെറൈറ്റിയാണ്. പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഫ്ലവർ ഇതുപോലെ ഭയങ്കര വലിയ ഫ്ലവർ ആയിരിക്കും. നല്ല ഭംഗിയാണ്. രാത്രിയിലാണ് വിരിയുന്നത്. നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ കേട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ 3 കളേഴ്സ് നമ്മൾ 50 രൂപയ്ക്ക് സെയിലിനുണ്ട്. പിങ്കും വൈറ്റും അതുപോലെ ബ്ലൂവും. ഈ ഒരു 3 കളേഴ്സാണ് 50 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. അതിൽ റെഡ് കളറിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ലെന്താനയാട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി ലെന്താന. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് ഇതുപോലെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 50 രൂപയുള്ളൂ റേറ്റ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിനാണ്. 70 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. വളരെ ചെറുതിലേ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 70 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ. ഇതൊരു കീപ്പർ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുകയും ചെയ്യും കേട്ടോ. നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ചെറിയൊരു സ്റ്റെമ്മിൻ്റെ സപ്പോർട്ടോട് കൂടി നിർത്തിയാൽ മതി. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അതും 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. സെമി ഷെയ്ഡ് ആവശ്യമുള്ള ചെടിയാട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. നമുക്ക് നല്ലോണം ചകിരിച്ചോറ് കുറച്ച് കൂടുതലുള്ള പോട്ടി മിക്സിൽ നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലോണം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഫ്ലവർ ആകാൻ തുടങ്ങിയാൽ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുകയും ചെയ്യും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എങ്കിൽ പോലും നമുക്കിത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് കട്ടിങ് നല്ലോണം കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പൂക്കളുണ്ടായ ഒരു ചെടിയാട്ടോ.
നല്ലോണം നനച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ബ്ലീഡിങ് ഹെർട്ടിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് നാടൻ മൾബറി ആട്ടോ. പണ്ടൊക്കെ എല്ലാ വീടുകളിലും തന്നെ ഉണ്ടായിരുന്നതാണ്, ഇപ്പം അങ്ങനെ കാണുന്നില്ല. ഇത് നല്ല ടേസ്റ്റായിട്ട് നല്ല മധുരമുള്ളതാണ്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയാട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഒരു ലൈറ്റ് വയലറ്റ് ലാവൻഡറും കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. എല്ലാ ഫ്ലവറോടും ഒരുമിച്ചാട്ടോ വിരിയുക. കുത്തി ഫ്ലവർ ഉണ്ടാവും. നമുക്കൊരു സ്റ്റിക്കിൻ്റെ പോലെ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് സപ്പോർട്ട് വേണം കേട്ടോ. കാരണം ഇതൊരു അത്യാവശ്യം പടർന്നതിന് ശേഷമാണ് ഇത് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരിക. ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലാട്ടോ ഇതിന്. അതുകൊണ്ടാണ് ഈ ഗാർലിക് വൈൻ എന്ന് അറിയപ്പെടുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന ഹൈബ്രിഡ് കനകാമ്പരാട്ടോ. ഈ കനകാമ്പരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ കനകാമ്പരം അല്ല. അത് ഹൈറ്റ് വെച്ച് പോകും. പക്ഷേ ഇത് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ. എപ്പോഴും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. ഈ ഫ്ലവർ വന്ന് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്തത് പിന്നെ പുതിയ തളുപ്പിൽ അതിൽ പിന്നെയും പെട്ടെന്ന് ഫ്ലവറിങ്ങിലേക്ക് വരും കേട്ടോ. ഇതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ കേട്ടോ. ഇതും ഒരു കുറ്റിച്ചെടിയാട്ടോ. ഇതും പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ചെടിയാണ്. നല്ല ഭംഗിയാട്ടോ. ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ പിങ്ക് കളറിൽ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ. ക്രിസ്മസ് കാറ്റക്സിൻ്റെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. റെഡ്, പിങ്ക്, റോസ്, വൈറ്റ്. അപ്പോൾ ഈ 4 കളേഴ്സിനും ഓരോ കളേഴ്സിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ജിഫി പ്ലാന്റിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എങ്കിൽ പോലും നമുക്കിത് നല്ല ഭംഗിയിൽ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ ഫ്ലേവറിന് കാണാൻ നല്ല ഭംഗിയാട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലുള്ളത്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്ക് വെറൈറ്റി ആട്ടോ. നമ്മൾ ആദ്യം റെഡ് കണ്ടായിരുന്നു. ഇതിൻ്റെയും പിങ്ക് നല്ല ഭംഗിയാട്ടോ കാണാൻ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ബുഹീനിയ ആട്ടോ. ഈ ബുഹീനിയ പ്ലാന്റ് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. പക്ഷേ 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നല്ല ഭംഗിയാട്ടോ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് ലോറോപെറ്റലാട്ടോ. ലോറോപെറ്റലം 100 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ബ്രൗൺ കളറുള്ള ലീഫിൻ്റെ ഇടയിൽ നല്ല റോസ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഒരുപാടുണ്ടാവും കേട്ടോ. നമുക്കിതൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്താം. ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് മർമലേഡ് ബുഷ് ആട്ടോ. 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയതാട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവും. നല്ല ഓറഞ്ച് കളറും നല്ല ലൈറ്റ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഇതിന് ഫ്ലവർ വിരിയുന്നത്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് ഫ്ലവർ വിരിയുക എന്ന് പറയുന്നത് വെറുതെ ആട്ടോ. നമ്മുടെ ക്ലൈമറ്റിലും വിരിയും. പക്ഷേ കുറച്ച് പാടാണ് ഈ ചെടി ഒന്ന് പിടിച്ച് കിട്ടിയാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അടുത്തത് വരുന്നത് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. നല്ല കേളി ആയിട്ടുള്ള ലീഫായിരിക്കും ഇതിനുണ്ടാവുക. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അതും 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ്. ഇതിൻ്റെ ഫ്ലവർ വരുന്നത് റെഡ് കളറിലാട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ചൈന ഡോളാണ്. ഇതൊരു ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിലിനുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ ഡൈസി ആട്ടോ. കൃഷ്ണകാന്തി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. കുഞ്ഞു കുഞ്ഞു ബ്ലൂ കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഇതിനകത്ത് കൂടുതലുണ്ടാവുക. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ വരുന്നത്. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അടുത്തത് വരുന്നത് സ്നോ റോസ് ആട്ടോ.
ഈ സ്നോ റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാവും. വളരെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറച്ച് പൂക്കൾ വിരിയും കേട്ടോ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഒരു വെരിഗേറ്റഡ് ലീഫിലായിരിക്കും കേട്ടോ. അതുതന്നെയാണ് ഈ ഒരു ചെടീൻ്റെ ഭംഗിയും. അടുത്തത് വരുന്നത് മിനിയേച്ചർ വെറൈറ്റി അലമാണ്ടയാട്ടോ. ഇത് അങ്ങനെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ചെത്തിയാട്ടോ. ചെത്തീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. കുഞ്ഞ് പ്ലാന്റാണ് എങ്കിൽ പോലും 50 രൂപയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇതൊക്കെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ചട്ടിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കളുണ്ടാകുകയും ചെയ്യും. പൂക്കളുണ്ടായി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പുതിയ പുതിയ തളിപ്പുകൾ വന്ന് പിന്നെയും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ റെഡിൻ്റെയും ഉള്ളത്. അടുത്തത് വരുന്നത് സ്വീറ്റ് ആൽമണ്ട് എന്നറിയപ്പെടുന്ന ചെടിയാട്ടോ. നല്ല ഭംഗിയാട്ടോ. അത് നോക്കിയ ചെറിയ ചെടിയിൽ തന്നെ ഇതുപോലെ പൂക്കളുണ്ടാവും. ഈ ഫ്ലവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വിരിഞ്ഞ് തീരില്ല കേട്ടോ. അതിൻ്റെ തുമ്പത്ത് പിന്നെയും പുതിയ പുതിയ ബഡ്സുകൾ വന്നിട്ട് ഒരുപാട് നാൾ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. 70 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. വളരെ ചെറിയ പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾ നോക്കി എന്തോരം പൂക്കൾ അതിനകത്ത് വിരിഞ്ഞ് നിൽക്കുന്നതെന്ന്. ഇതുപോലെ ഒരുപാട് പൂക്കൾ വിരിയുകയും ചെയ്യും, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഈ ഒരു ചെടിയിൽ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിംഗ് ആണ്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ്. നല്ലോണം നനച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അടുത്തത് വരുന്നത് മധുമാലതി ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാവും. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, സിംഗിൾ പെറ്റലാണ്, സാധാ വെറൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പടർന്ന് പോവില്ല. പക്ഷെ നമുക്ക് ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇനി അടുത്തത് വരുന്നത് റെഡ് ബ്ലീഡിങ് ഹേർട്ട് ആട്ടോ. നമ്മൾ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ വൈറ്റ് പരിചയപ്പെട്ടായിരുന്നു. ഇനി റെഡാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് പ്ലേസ് ചെയ്യുക. ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല. നല്ലോണം നനച്ച് കൊടുക്കുക. നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക. ഒരു സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാണ്. 80 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഡാർക്ക് ഓറഞ്ച് കളറും ലൈറ്റ് യെല്ലോ കളറും വൈറ്റ് കളറും ഈ ഒരു 3 കളർ കോമ്പിനേഷനിലാട്ടോ ഈ ഫ്ലവർ ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഇതൊരു കുറ്റിച്ചെടിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് 80 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് കോറൽ വൈനാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും. കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. അതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ളതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് റോസ്മേരിയാണ്. മുടികളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് റോസ്മേരി പ്ലാന്റ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ 80 രൂപയ്ക്ക് തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. നമുക്ക് പോട്ടിലൊക്കെ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് പൂക്കൾ തരും കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഒരു 6 മാസത്തോളം എങ്കിലും കഴിഞ്ഞിട്ടേ ഇത് കൊഴിഞ്ഞു പോകുള്ളൂ. അതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ചെറിയ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ പെറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു 6 മാസത്തോളം ലാസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ. ഇതുണ്ട്, നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ വലിയ ഇതളുകളൊക്കെ ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെയും പ്ലാന്റ് 70 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് പെട്രിയ പ്ലാന്റ് ആണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. ഇതൊരൊറ്റ ചട്ടിയിൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരുപാട് നാളൊന്നും പഴക്കമില്ല. 2 വർഷം മാത്രം പ്രായമുള്ള പ്ലാന്റ് ആട്ടോ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആട്ടോ. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടാവുന്നതാട്ടോ. നമ്മൾ നോർമൽ പോട്ടി മിക്സിൽ നട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നല്ല ഭംഗിയാട്ടോ. അതിൻ്റെ ആ ഒരു വെരിഗേറ്റഡ് ലീഫിൽ ഈ ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് തരുന്നത്. അടുത്തത് വരുന്ന ഫിഷ് ബോൺ കാറ്റക്സ് ആണ്. ഇതിൻ്റെ ഫ്ലവർ ആട്ടോ നല്ല ഭംഗി കാണാൻ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും.
ഈ ഒരു ഫിഷിൻ്റെ ബോണ് പോലെയുള്ള ലീഫ് ആയതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നത്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് മോങ്ക ക്രീപ്പർ ആട്ടോ. ഈ ഒരു ക്രീപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുകയും ചെയ്യുന്നതാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് 100 രൂപയ്ക്ക്. അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയാണ്. വെരിഗേറ്റഡ് ലീഫിൽ ലൈറ്റ് പിങ്ക് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നല്ലൊരു കുറ്റിച്ചെടിയാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അതുപോലെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടാൽ മതി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് മന്ദാരാണ്. നല്ല ഭംഗിയാട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ. മന്ദാരം പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും. ഒരുപാട് നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് പൂക്കൾ തരുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് ഫ്രാസർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാവും. ഇതിൻ്റെ ചൂട് തൊട്ടേ ഫ്ലവർ ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 മാസം കൊണ്ട് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. നോക്കിയാൽ എന്ത് ഭംഗിയല്ലേ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇതുപോലെ ചുവട്ടിൽ നിന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ മണ്ണിനോട് മുട്ടി നിൽക്കുന്ന തുമ്പത്തുനിന്ന് തുടങ്ങും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരാൻ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. 70 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആട്ടോ. 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ ആദ്യം വീഴുന്ന ഫ്ലവർ പയ്യെ ലീഫായിട്ട് മാറും കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ ഫ്ലവർ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. പക്ഷേ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്ന 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന മഡഗാസ്കർ മിനിയേച്ചർ മഡഗാസ്കർ ജാസ്മിൻ ആട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. 120 ആട്ടോ റേറ്റ് വരുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് ലെഗസ്റ്റോമിയ പ്ലാന്റ് ആട്ടോ. ഈ മരുത് എന്നൊക്കെ പറയും. ലെഗസ്റ്റോമിയ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റാണ്. അതിൻ്റെ നല്ല വയലറ്റ് കളറിലുള്ളതാട്ടോ. പെട്ടെന്ന് തന്നെ പൂക്കളാകുകയും ചെയ്യും. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. ഇതുണ്ട്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് ബോട്ടർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. നമ്മൾ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അതും 60 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ക്രിംസൺ റെഡ് ഗുവയാട്ടോ. ഗുവ വെറൈറ്റീസിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഗുവയാട്ടോ ക്രിംസൺ റെഡ്. ഭയങ്കര ക്രിസ്പിനെസ് ആട്ടോ ഈ ഒരു ഇതിൻ്റെ പഴം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല ഒട്ടും സീഡ് ഉണ്ടാവില്ല, പൾപ്പ് കൂടുതലായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ചെറു കായ്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആട്ടോ 290 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അടുത്തുനിന്ന് വരുന്ന എലിയോകാർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ജിമിക് ഗമൽ എന്നൊക്കെ പറയുന്ന ചെടിയാട്ടോ. നല്ല ഭംഗിയാണ്. രുദ്രാക്ഷ ചെടി എന്നൊക്കെ പറയപ്പെടുന്നതാട്ടോ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ കേട്ടോ. 120 ആണ് റേറ്റ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഈ ഫ്ലവർ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബഡ്സ് വന്നിട്ട് കുറച്ച് ഫ്ലവർ ആയിട്ടാട്ടോ വരിക. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ 220 രൂപയ്ക്ക് വരുന്നത്. അടുത്തത് വരുന്നത് അവക്കാഡോ ഫ്രൂട്ടാട്ടോ. പുള്ളോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽപ്പെട്ട അവക്കാഡോയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കായ്ക്ക് 600 ഗ്രാമിൻ്റെ മേലോട്ട് തൂക്കം ഉണ്ടാവും. അത് മാത്രമല്ല കേരളത്തിലുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ 250 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. പെട്ടെന്ന് തന്നെ ഒരു 2-2.5 വർഷം കൊണ്ട് തന്നെ കായ് ആകും കേട്ടോ. വളരെ ചെറുതിലേ തന്നെ കാ പിടിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് 2 വർഷം പഴക്കമുള്ള ചെടിയിൽ കാ പിടിച്ചതാട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ 250 രൂപയ്ക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്ക വൈറ്റ് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്.
അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ. നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സൈഡിലുള്ളത്. അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമിയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. അടുത്ത ചെടി ക്യാറ്റ് സ്റ്റൈലാട്ടോ. 50 രൂപയാണ് ക്യാറ്റ് സ്റ്റൈലിൻ്റെ റേറ്റ് വരുന്നത്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും. നല്ല പോട്ട് മിക്സിൽ നട്ട് കൊടുത്താൽ മതി. ചകിരിച്ചോറും ചാണകപ്പൊടി മണ്ണ്, അതിൻ്റെ ചകിരിച്ചോറ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് സെനേഷ്യോ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. നല്ല ഭംഗിയാണ്. ഇത് ഹാങ്ങിങ് ബോർഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൊമ്പ് റൂട്ടാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രൊപ്പഗേഷനൊന്നും വലിയൊരു പാടില്ല. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പാസിഫ്ലോറയാട്ടോ. പാസിഫ്ലോറേൻ്റെ വയലറ്റും ബ്ലൂവും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള കുറേ തൈകളും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ആട്ടോ. ഓട്ടുമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. നമുക്ക് എന്തിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മെലസ്റ്റോമേൻ്റെ വൈലറ്റ് ആട്ടോ. ഇതും ഒരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് പൂക്കളുണ്ടാവും. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടുക. നല്ലോണം നനച്ചു കൊടുക്കുക. കുറച്ച് നനവ് കുറഞ്ഞാൽ പോലും ചെടിയിൽ പെട്ടെന്ന് ലീഫ് കൊഴിഞ്ഞ് ചെടീൻ്റെ ഇലകൾ കൊഴിഞ്ഞ് പെട്ടെന്ന് ചെടി ഡാമേജ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് നനവ് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള സമയമൊക്കെയാണെങ്കിൽ 2-3 നേരം നനച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഒരുപാട് ഹൈറ്റ് വെക്കാതെ കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എടുത്തരുത്. അടുത്തത് വരുന്നത് ഹണീസക്കിൾ എന്ന് പറയുന്നൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതിൽ നല്ല വൈറ്റും നല്ല യെല്ലോ കളർ കോമ്പിനേഷനിലാട്ടോ ഫ്ലവർ വിരിയുക. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റ് ആട്ടോ. പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെയും തന്നെ വീടുകളിലുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ കാണുന്നില്ല. ഇതും ഒരുപാട് പൂക്കൾ തരുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂവാട്ടോ. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വെറും 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് സുഗന്ധരാജ ആട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നൊരു ചെടി തന്നെയാണ്. പക്ഷേ അന്നുള്ള ചെടിയിൽ നല്ല ഹൈറ്റ് വെക്കുന്നതാണ്. പക്ഷേ നമുക്കിപ്പം സെയിൽ ചെയ്യുന്ന ചെടി ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുമാത്രമല്ല ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് പൂക്കളുണ്ടാകുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് കർട്ടൻ ക്രീപ്പർ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ് ചെയ്ത് പോയിട്ട് ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ വരും കേട്ടോ. നമുക്കിതുപോലെ ആർച്ചായിട്ടൊക്കെ സെറ്റ് ചെയ്തിടാവുന്നതേ ഉള്ളൂ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ക്യാറ്റ്സ് ക്ലോ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതും എന്തിൻ്റെയിലൊക്കെ സപ്പോർട്ടോട് കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അതും മതിലൊക്കെ സെറ്റ് ചെയ്ത് കയറ്റി വിടാവുന്നതേ ഉള്ളൂ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് കലേഡിയ കേട്ടോ. കലേഡിയത്തിൻ്റെ ഈ സൈസിലുള്ള 2 വെറൈറ്റിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. ഈ സൈസിലുള്ള ഓരോന്നിനും 150 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള പിങ്ക് കളർ ഫ്ലവറിലുള്ള ചെടിയും അതേപോലെ നോർമൽ ഗ്രീൻ ലീഫിൽ പിങ്ക് കളറിലുള്ള ഫ്ലവറിലുള്ള ചെടിയും. ഈ 2 സൺറോസിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് കാവേരി ഫാഷൻ ഫ്രൂട്ട് ആട്ടോ. ഇതിൻ്റെ സീഡ്ലിംഗ് തൈ ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഫ്രൂട്ടാട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഓഫർ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്.
അടുത്തത് വരുന്നത് പെഡുലാന്തസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ലീഫിലാണ്, ചെറിയ കേളി ടൈപ്പിലാണ് വരുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് തമ്പർജി ആട്ടോ. തമ്പർജിൻ്റെ യെല്ലോ കളർ കോമ്പിനേഷനിലുള്ള, യെല്ലോയും റെഡും കളർ കോമ്പിനേഷനിലുള്ളതാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് ആട്ടോ. 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഓറഞ്ചുകളിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ മാൻഡറിൻ ഓറഞ്ച്. അതുമാത്രമല്ല വളരെ ചെറുതിലേ തന്നെ കായാകുകയും ചെയ്യും. ഈ ഫ്ലവർ ആകുന്നതിൽ ഒരു 80% കാ പിടിക്കുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്നത് ബെറാപ്പിൾ, മിസ് ഇന്ത്യൻ്റെ ബെറാപ്പിൾ ആട്ടോ. നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് മിസ് ഇന്ത്യ വെറൈറ്റി. അത് മാത്രമല്ല ഒരു ലൈറ്റ് റെഡിഷ് കളറിലേക്കായിരിക്കും കേട്ടോ അതിൻ്റെ കായ ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് വരുന്നത് പെൻഡാസ് ആട്ടോ. ലൈറ്റ് വയലറ്റ് കളറിലാട്ടോ ഈ ഒരു പെൻഡാസിൻ്റെ കളറ് വരുന്നത്. 60 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ പെൻഡാസിൻ്റെ സെയിലിനുള്ളത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ. ഇത് നല്ല മധുരമുള്ള, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഫ്രൂട്ടാണ്. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും കാ പിടിക്കുകയും ചെയ്യുന്നതാട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത്. അടുത്തത് വരുന്നത് വാട്ടർ മെലോൺ പെപ്പറോമി ആട്ടോ. ഇതൊരു പാർഷ്യലി ഇൻഡോർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇല കുത്തി പിടിപ്പിച്ചിട്ടാട്ടോ തൈകളാക്കുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ 50 രൂപ റേറ്റിനാട്ടോ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തത് വരുന്നത് ഓക്സാലിക്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ അടിയിൽ സീഡ് ഫോം ആകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോയാലും പിന്നെയും പഴയ പോലെ ഒരുപാട് ഇലയോട് കൂടി തന്നെ വരും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.